ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പച്ചക്കറീൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് ചെറിയ ഉള്ളിയില്ലേ, ചീനുള്ളി എന്ന അതാണ്. ഇതൊരു ടവറും ഉണ്ടാക്കിയിട്ടാണ്. ഇതിൻ്റെ തണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ചെറിയ ഉള്ളീൻ്റെ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്. പൊന്നാങ്കണ്ണി ചീര, ഇത് പേരയ്ക്കാണ്, ചെറിയ പേര. അതിന് വേറെ എന്തോ ഒരു പേരുണ്ട്. നല്ല കായ്ക്കണം, തോനുണ്ടാവും ഇതിലൊക്കെ. അപ്പം എൻ്റെ പച്ചക്കറീൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കും. ഓണത്തിനൊക്കെ ഒരുപാട് പച്ചക്കറികളൊക്കെ കിട്ടും. അതുമാതിരി തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എനിക്ക് വാച്ചവർ കുറവാണ്, ഞാൻ വീഡിയോയിലൊക്കെ പറയലുണ്ട്. ഇതൊക്കെ നല്ല മുളകാണ്, നല്ല എരിവുള്ള മുളകുകളാണിത്. ഒരു ആനക്കൊമ്പൻ്റെ ഈ ചീനാമുളകും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. നട്ട ചീനാമുളകാണ്. ഇതൊക്കെ നല്ല എരിവാണ്, നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീട്ടിൽ. നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് മുളകൊന്നും വാങ്ങിക്കേണ്ടി വരില്ല. ഇതൊക്കെ ഉണ്ടായാൽ പുറത്തുനിന്ന് ചുവന്ന മുളക് വാങ്ങിയാലും ഇത് ഉണക്കിയിട്ടും പൊടിപ്പിക്കും. ഇതിൻ്റെ ഒരു നെറ്റ് കൊണ്ട് വളച്ച് കെട്ടിയിട്ട്, പച്ച നെറ്റ് കെട്ടിയ കേട്ടോ, അതിലാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ ഉള്ളിൻ്റെ തണ്ട് ഉപ്പേരി ഉണ്ടാക്കിയത്. ടവർ മാതിരി കിട്ടിയത്. ഇതും അതുപോലെ തന്നെയാണ്. പൊന്നാങ്കണ്ണി ചീരയ്ക്കൊക്കെ എന്ത് വിലയായിരുന്നു. ഇപ്പോൾ ആൾക്കാർ ഇതൊന്നും ആവശ്യമില്ലാത്ത പോലെയാണ്. പൊന്നാങ്കണ്ണി ചീരൊക്കെ കുറച്ച് അരിഞ്ഞിട്ട് എന്നും ഉപ്പേരിക്കൊക്കെ എടുത്താലേ, പുറത്തുനിന്ന് ഉപ്പേരിക്കൊന്നും കൊണ്ടുവരണ്ട. അതുമാതിരി തന്നെയാണ് മുളകും നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മീനിലൊക്കെ മീൻ കറിയിലൊക്കെ മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് മുളക് അരച്ചാൽ മതി. നല്ലൊരു ചൊയയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ്